Hello guys, it's my day 2 in Nepal, കാഠ്മണ്ഡു. ഞാൻ കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്കാറയിലോട്ട് സിംഗിൾ ബസ് കയറുവാണെങ്കിൽ ഒരു 8 hour പിടിക്കും. അപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്റ്റോപ്സിൽ കയറി ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടുന്ന് അടുത്തൊരു ടൂറിസ്റ്റ് ബസ്സൊക്കെ കിട്ടുന്ന ഏരിയ ഉണ്ട്. അവിടെ 7 മണി വരെയൊക്കെ ബസ്സുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ബസ് കാണാൻ ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം ജസ്റ്റ് ലോക്കൽ ബസ്സോ അങ്ങനെ വല്ലതും കയറി കണക്ട് ചെയ്ത് പോകാനാണ് പ്ലാന്. പിന്നെ ഇതാണ് ഞാൻ ഇന്നലെ ബാർഗെയിൻ ചെയ്ത് വാങ്ങി. വലുതായിട്ട് ബാർഗെയിൻ ഒന്നും ചെയ്തില്ല. ഒരു 1500 ലാസ്റ്റ് പറഞ്ഞു. 1300 സെറ്റ് ചെയ്ത്. അതായത് നാട്ടിലെ 800 സംതിങ്, 800 സംതിങ്. ഒരാൾക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ചെക്കൗട്ടിങ് ആണ്. ഓക്കെ, ഒരു ചെറിയ പണിയുണ്ട്. ആകെപ്പാട് സമയമില്ല. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ചിക്കൻ ബിരിയാണി, അതാണെങ്കിൽ റെഡി ആയതുപോലും ഇല്ല. അവർ വെക്കുന്നേ ഉള്ളെന്ന് തോന്നുന്നു. അതുകൊണ്ട് എപ്പോഴായാലും ഇനി ഫുഡ് ഓർഡർ ചെയ്യുമ്പം സാധനം ഉണ്ടോയെന്ന് തിരക്കിയിട്ടേ ഓർഡർ ചെയ്യാവുള്ളൂ. അങ്ങനെ അരമണിക്കൂറിൻ്റെ വെയിറ്റിന് ശേഷം സാധനം എത്തിയിരിക്കുകയാണ്. ഒരു 2 പീസ് ഫ്രൈഡ് ചിക്കന്, പിന്നെ റൈസ്, തൈര്, പിന്നെ ഇത് നല്ല കിടു ചൂടാണ് സാധനം. കുറച്ച് നാരങ്ങ. കാരണം റൈസൊന്നും ഞാൻ തിന്നുമോയെന്ന് അറിയാൻ വയ്യ. എന്നാലും ഇന്ന് ചിലപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി രാത്രിയിൽ വല്ലതും കിട്ടിയാൽ കിട്ടി. ഇന്നത്തെ സിറ്റുവേഷൻ എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞു. അതുകൊണ്ട് മാക്സിമം അകത്താക്കാം. കഴിച്ച് നൈസിന് അടിച്ചു നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. നാട്ടിലെ സെയിം തൈരാണ് കാണുന്നത്. അതിനകത്ത് ഇന്നലെ കഴിച്ചപ്പോൾ അതിനകത്ത് അവർ വേറെ എന്തോ ചേർത്തായിരുന്നു. അപ്പം ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഷുഗറി ടൈപ്പ് ഒരു ഇതുണ്ടായിരുന്നു. ഇതിൽ ചെറിയ ഷുഗറുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് ചോദിച്ച് അവിടെ 1000 എന്ന് പറഞ്ഞു. വലിയ വ്യത്യാസമില്ല, 100 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. വെളിയിലാണെങ്കിൽ 800 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു രസമല്ല. അതുകൊണ്ട് നമുക്ക് വെളിയിൽ പോയി എന്നെങ്കിൽ ഹിച്ച് ഹൈക്കിങ് പോലോ അല്ലെങ്കിൽ നോക്കാം കുറച്ചുകൂടെ. അങ്ങനെ അകത്തുനിന്ന് കുറച്ചുകൂടെ നടന്ന് വെളിയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു ഹയാസ് കിട്ടി, മറ്റേ ടൊയോട്ടയുടെ. ഇതാകുമ്പോൾ കുറച്ചുകൂടെ യാത്രാ സുഖമൊക്കെ ഉണ്ട്. അതുമാത്രമല്ല റേറ്റും കുറച്ചുകൂടെ കുറവാണ്, 780. റേറ്റിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 150-200 രൂപ വ്യത്യാസമുള്ളൂ. പക്ഷേ മറ്റേതിനേക്കാളും കുറച്ചുകൂടെ നൈസ് എക്സ്പീരിയൻസ് ഇതിലായിരിക്കും എന്ന് തോന്നി. അങ്ങനെ ഇതിൽ കയറിയതാണ്. വീണ്ടും വണ്ടി അടുത്ത സ്റ്റോപ്പിൽ നിർത്തി. അടുത്ത ഒരു 70 കിലോമീറ്റർ ജസ്റ്റ് വന്നതേ ഉള്ളൂ. 70 കിലോമീറ്റർ വന്നപ്പോഴത്തേക്കും തന്നെ 2.5 മണിക്കൂറായി. ഞാൻ പിന്നെ ഇവിടുന്ന് ജസ്റ്റ് ഒരു 1 കിലോ 1/2 കിലോ ഓറഞ്ച് വാങ്ങി. ഇവിടെ പിടിച്ചത് തന്നെയാണെന്ന് തോന്നുന്നു. ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെന്തോ ഒരു ഗ്രേവി, പിന്നെ ഒരു മുട്ടയ്ക്ക് 30, ചിക്കൻ ഫ്രൈഡ് റൈസിന് 250. അങ്ങനെ ഞങ്ങളിപ്പോൾ പൊക്ര എത്താറായെന്ന് പറയുമ്പോൾ ഇനിയും 50 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂറും കൂടി യാത്ര ഉണ്ട്. അങ്ങനെ വണ്ടിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരുത്തൻ എനിക്ക് ചായ മേടിച്ചു തരാനായിട്ട് പോയിരിക്കുന്നു. ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയൊക്കെയാണ്.
ഇനിയിപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഹോട്ടൽ ഹണ്ട് ചെയ്യണം. ഹോട്ടൽ ഹണ്ട് ചെയ്ത് ഏതെങ്കിലും ഹോട്ടൽ സെറ്റ് ചെയ്തിട്ട് അവിടെ കയറാനാണ്. എന്നിട്ട് അവിടുന്ന് നാളെ സാറൻകൂട്ട്. താങ്ക് യു. അങ്ങനെ എന്തായാലും ഞാനിപ്പം ഇവിടെ ലേക്ക് സൈഡ് പൊക്കാറയിൽ എത്തിയിട്ടുണ്ട്. എത്തിയെന്ന് പറയുമ്പോൾ പൃഥ്വി ചോക്കിൽ നിന്ന് പിന്നെ അവിടുന്ന് ബൈക്ക് കിട്ടി. ഒരു 100 ഇന്ത്യൻ റുപ്പീസ് കൊടുത്ത്. അപ്പോൾ ഇവിടെ കൊണ്ടിറക്കി. ഇവിടെ ഞാൻ സ്റ്റേ ചെയ്യുന്നത് സോസ്റ്റലിലാണ്. സോസ്റ്റൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആണ്. ഇവിടെയും ഞാൻ ബുക്ക് ചെയ്തില്ല, ഞാൻ ഡയറക്റ്റ് വന്നത്. അപ്പം കുറച്ച് പ്രൈസ് ഡിഫറൻസ് കാണുമെന്ന് വെച്ച് ഞാൻ ജസ്റ്റ് ഹോസ്റ്റലൊക്കെ ഇൻസൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഹോസ്റ്റലിൽ ഇന്ത്യൻ റുപ്പീസ് ഒരു 400 രൂപയ്ക്ക് എനിക്ക് റൂം കിട്ടി. ഡോർമെട്രി ആണ്, പക്ഷേ സ്ഥലം സെറ്റാണ്, അങ്ങനെ എടുത്തത്. ഞാൻ എന്തായാലും ജസ്റ്റ് ഇവിടുത്തെ ഒരു വാക്കിൻ കാണിക്കാം. ഹോസ്റ്റൽ നമ്മുടെ ഹലോ ബൈ. Hello, namaste. നമസ്തേ. ഓക്കെ, ഐ വിൽ ഷോ ദം ദി ഏരിയ. ഓക്കെ, നമ്മുടെ വൈബ് മച്ചാനാണ്, ഇവിടുത്തെ ഒരു വൈബ്. ആക്ച്വലി അവൻ്റെ അടുത്ത് ഞാൻ നേരത്തെ സംസാരിച്ചായിരുന്നു. അവൻ പറഞ്ഞ് രാവിലെ വീഡിയോ പിടിക്കുക, രാവിലെയാണ് സെറ്റെന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ നൈറ്റ് ലൈഫൊക്കെ ഉണ്ട്, എല്ലാവരും ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. എൻ്റെ റൂം 202 ആണ്. റൂം അല്ല, ഡോർമെട്രി. ഞാൻ ജസ്റ്റ് ആ ഡോർമെട്രി കൂടെ കാണിക്കാം. 400 റുപ്പീസ് മാൻ. ഇപ്പം ഡോറൊക്കെ തുറന്നിട്ടേക്കും, ഇനിയിപ്പോൾ തണുപ്പായി. ജസ്റ്റ് റൂമിലാണെങ്കിൽ ഒരു 6 പേർക്കുള്ള ലോക്കറുണ്ട്. പിന്നെ 2 പേരുണ്ട് ഇതിൽ ആൾറെഡി. 6 പേഴ്സൺ ഡോർമെട്രിയാണ്. ഇത് ആൾറെഡി ഞാൻ പരിചയപ്പെട്ടു. ഇത് അരുൺ ഫ്രം ബാംഗ്ലൂർ. പിന്നെ നേപ്പാളിലെ ആൾ തന്നെയാണ്. പിന്നെ ഇതാണ് എൻ്റെ ബെഡ് സ്പേസ്. ഹലോ ഗൈസ്, ഞാനിപ്പം ലേക്ക് സൈഡിലാണ്, പൊക്കോറ ലേക്ക് സൈഡ് വ്യൂവിലാണ്. ഞാനിപ്പം സോളോ ആയിട്ടാണ് ട്രാവൽ ചെയ്തെങ്കിലും നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഇവർ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഇവിടെ ലേക്ക് സൈഡ് വ്യൂ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഇവിടെ കൂടുതലും ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഒരു ദൂരെ നിന്നൊരു ഫെറി വീലൊക്കെ കണ്ട് അതിനകത്ത് ജസ്റ്റ് കയറണോ എന്ന് നോക്കാം. ഫെറി വീല് കണ്ട നമ്മളിപ്പം ജസ്റ്റ് പോകാൻ പോകുന്ന ആ ഫെറി വെയിലിനകത്ത് ജസ്റ്റ് കയറാം. എന്നിട്ട് മേളിൽ നിന്നുള്ള വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, നൈറ്റ് വ്യൂ. എന്തായാലും ഇവിടെ വന്നപ്പം 10 PM ആണ് ക്ലോസിങ് ടൈം. ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്.
ഞാനിനിയിപ്പം ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്നുകൂടെ ഒക്കെ ഒന്ന് കറങ്ങി തിരിച്ച് പോകാൻ പോവുകയാണ് ഗൈസ്. If you want some street food, you can have here. You guys already had food, right? Yeah, I had. I am also. No, I'm saying just for the vlogs. Yeah. This is. I already mentioned. You already had something? Yeah, I had. So, this is called safale, okay? Sapalle. Yeah, and this is for sekwa, right? This sekwa kala hai, no? And this is bob sekwa, and this is pork, yeah, pig. And this is mutton, chicken, no? Chicken. And these are the fish items. ഇതെല്ലാം അവര് This is good. This is buffalo meat, right? ബഫല്ലോ Buffalo meat. This is chicken, no? ചിക്കൻ. Buffalo one also chicken. ഓക്കെ എല്ലാം പ്രിപ്പയർ ചെയ്ത് ആൾറെഡി വെച്ചേപ്പുണ്ട്. നമ്മൾ ചൂസ് ചെയ്യുന്നത് അവർ എടുത്ത് ഫ്രൈ ചെയ്ത് തരും. അതാണ് സെറ്റപ്പ്. ഓക്കെ ഗൈസ്, പിന്നെ ട്രൈ ചെയ്യാം. Come as a guest, but when you are leaving, go as a family. What's the meaning? Come as a guest, go as a family. ക്ലബിലാണ് ഗൈസ്, ക്യാറ്റ് വാക്ക് ക്ലബ്. ഇവിടെ വീഡിയോ പിടിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും ഞാൻ നോക്കട്ടെ, ഇപ്പം പറയുമെങ്കിൽ മാറ്റാം. ഇവിടെ ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പറഞ്ഞില്ല, ഞാൻ ഫ്ലാറ്റൊക്കെ ഇട്ടേക്കോ പറഞ്ഞില്ല. അങ്ങനെ വൈബ് പിള്ളേർ കിട്ടിയിരിക്കുകയാണ് ഗൈസ് ഫ്രം പഞ്ചാബ്. I'm in Punjabi. Oh, Kevaya Sangha, why